വിശദമായ വാർത്തയിലേക്കാണ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം, 20-ലേറെ പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ച 3 പേരെ തിരിച്ചറിഞ്ഞു. കേന്ദ്രത്തിൽ 40-ലേറെ പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം. തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് സ്ഫോടനം ഉണ്ടായത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നവരുടെയോ അതുപോലെ തന്നെ മരിച്ചവരുടെയോ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചികിത്സയിൽ കഴിയുന്നവരുടെ അടക്കം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപകടത്തിൽ 13 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഇതിൽ 3 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പഴയന്നൂർ സ്വദേശി, തൃശൂർ പഴയന്നൂർ സ്വദേശിയായിട്ടുള്ള സുദർശനൻ, അതുപോലെ തന്നെ പാലക്കാട് കുമരനെല്ലൂർ സ്വദേശിയായിട്ടുള്ള വാസുദേവൻ, അതുപോലെ തൃശൂർ കുണ്ടന്നൂർ സ്വദേശിയായിട്ടുള്ള സുവിൻ. ഈ 3 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റാളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും ഇവരെ മരിച്ചവരെ തിരിച്ചറിയാനായി DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തുമെന്ന് കളക്ടർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് അപകടം നടന്ന മുണ്ടത്തിക്കോടുള്ള ഈ വെടിക്കെട്ട് നിർമ്മാണ സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ആ അപകടം നടന്ന ആ വെടിക്കെട്ടുപുര നിന്നിരുന്നതിന്റെ സമീപത്തുള്ള കുളത്തിൽ ഉൾപ്പെടെ സ്കൂബ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഈ പൊട്ടിത്തെറിയിൽ ആരെങ്കിലും ഈ കുളത്തിലേക്ക് ഉൾപ്പെടെ തെറിച്ചു വീണിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതാണ് ഇപ്പോൾ നടത്തുന്ന പരിശോധന. എന്തായാലും കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ഇല്ല. മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്ത് സന്ദർശിച്ച് അദ്ദേഹം പറഞ്ഞത് കൃത്യമായ കണക്കുകൾ എത്ര പേർ അവിടെ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ഇല്ല. ഈ കണക്കുകൾ ടാലി ചെയ്യേണ്ടത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം പരിക്കേറ്റവരുടെ എണ്ണവും മരിച്ചവരുടെ എണ്ണവും ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരുടെ എണ്ണവും തമ്മിൽ ഒത്തുവരേണ്ടതുണ്ട്. അത് വലിയൊരു ഘടകമാണ്. അതിന് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തേണ്ടത്. ഇതിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വരുന്ന കോളുകളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ശേഖരിച്ച് വേണം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും മരണപ്പെട്ട 13 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ രാത്രി തന്നെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടക്കാനുള്ള നീക്കത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതരുള്ളത്. ഇതിനായി മറ്റ് 13 പേർ ചികിത്സയിലുള്ളതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ ഗുരുതരമായി തുടരുന്നതിൽ വെടിക്കെട്ട് ലൈസൻസി ആയിട്ടുള്ള സതീശനും ഉൾപ്പെടെയുണ്ട്. പാറമക്കാവ് വിഭാഗത്തിന്റെ കരാറുകാരനായിട്ടുള്ള സതീശൻ ഉൾപ്പെടെയുണ്ട്. അദ്ദേഹവും വലിയ രീതിയിലുള്ള പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഈ 5 പേരിൽ 5 പേരും 70% പൊള്ളലേറ്റവരാണ്. അവരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നതിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്തായാലും വിദഗ്ധ മെഡിക്കൽ സംഘം തൃശ്ശൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. പാലക്കാട് നിന്നും എറണാകുളത്തു നിന്നുള്ള വിദഗ്ധ മെഡിക്കൽ സംഘം തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു സംഘവും കൂടി തൃശ്ശൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരും അധികം വൈകാതെ തന്നെ തൃശ്ശൂരിലേക്ക് എത്തും. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ സംഭവത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് 2 ലക്ഷം രൂപ ധനസഹായവും പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന. ഈ കാര്യം ഗൗരവമായി കണക്കാക്കണം, കൃത്യമായ അന്വേഷണവും മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കുമുള്ള നഷ്ടപരിഹാരം നൽകാൻ നഷ്ടപരിഹാരം ഉടൻ സർക്കാർ പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിയൽ തല അന്വേഷണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. RDOയ്ക്കാണ് അന്വേഷണ ചുമതല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാനുള്ള കാരണം, തുടർ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ RDOയെയാണ് കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വലിയൊരു ദുരന്തമായിരുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ഇങ്ങനെ ഒരു വലിയൊരു പൊട്ടിത്തെറി, വലിയ ഒരു ഉഗ്ര സ്ഫോടനം എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഈ മുണ്ടത്തിക്കോട് ഉണ്ടായത്. ഈ പ്രദേശം പാടങ്ങളാൽ ചുറ്റപ്പെട്ടതിന്റെ നടുവിലുള്ള ഒരു ദ്വീപ് പോലെയുള്ള ഒരു സ്ഥലത്താണ് ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന വെടിക്കെട്ടുപുര, തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുപുര ഉണ്ടായിരുന്നത്. 3, 4, 5ഓളം വരുന്ന ചെറിയ ചെറിയ വെടിക്കെട്ടുപുരകളാണ് ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നത്. ഇതിൽ വിവിധ വെടിക്കെട്ടുപുരകൾ, വിവിധ വെടിക്കെട്ട് സാമഗ്രികളൊക്കെ ആണ് ഉണ്ടാക്കിയിരുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട വിൽസൺ പറയുന്നതനുസരിച്ചാണെങ്കിൽ വെടിക്കെട്ടിന് ആവശ്യമായ തിരികൾ നിർമ്മിച്ച് വരുന്നതിനിടെ ആ തിരികൾക്ക് തീ പിടിക്കുകയായിരുന്നെന്നാണ് വിൽസൺ പറയുന്നത്. തിരികളിൽ പിടിച്ച തീ പൊടുന്നതിനെ മറ്റ് വെടിക്കെട്ട് സാമഗ്രിയിലേക്കും പടർന്നു.
പൊടുന്നതിന് വലിയൊരു സ്ഫോടനമുണ്ടായി. വലിയ ആകാശമുട്ടയും തീഗോളങ്ങൾ ഉൾപ്പെടെ പുകപടലങ്ങൾ ഉൾപ്പെടെ ഏറെ നേരം നീണ്ടു നിന്ന ഒരു സ്ഫോടനം ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സ്ഫോടനത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെടാനായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിഗമനം അനുസരിച്ച് നിരോധിതമായിട്ടുള്ള യാതൊരു രാസവസ്തുക്കളും ആ വെടിക്കെട്ട് നിർമ്മാണത്തെ സാമഗ്രികൾ നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ പണിക്കാരും തന്നെ മലയാളികളായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു എണ്ണം ഇപ്പോഴും ആർക്കും പറയാൻ കഴിയുന്നില്ല. കാരണം ഈ അപകടത്തിന് തൊട്ട് മുൻപ് കുറച്ചുപേർ വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കാനായി പുറത്തേക്ക് പോയിരുന്നു. ആ പോയവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂർ ആ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്തിന് ചുറ്റുപറ്റിയുള്ള ആളുകളാണ് കൂടുതലും അവിടെ പണിക്കായി എത്തിയിരുന്നത്, പണിക്കായി ഉണ്ടായിരുന്നത്. അതിനിടെ എടപ്പാളിൽ നിന്നുള്ള ഒരു സംഘം 8ഓളം വരുന്ന ആളുകളും കൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. കാരണം ഇതിന്റെ കണക്കുകളെല്ലാം അല്ലെങ്കിൽ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള ഒരു വിവരം ഉള്ളത് ലൈസൻസി സതീശനാണ്. അദ്ദേഹം ഗുരുതര പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ കണക്കുകളൊന്നും തന്നെ ഇപ്പോഴും ഇല്ല. എന്തായാലും 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13 പേർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഉണ്ട്. അതിൽ 5 പേർ അതീവ ഗുരുതരമായി ചികിത്സയിലുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും രാത്രി വൈകിയും തുടരുകയാണ്. ചുരുക്കം സമയം മുൻപാണ് ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് സ്ഫോടനം നടന്ന പറമ്പിലേക്ക് ഈ രക്ഷാപ്രവർത്തന സംഘത്തിന്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘത്തിന് കയറാനായത്. കാരണം ഈ 3 മണിയോടെ നടന്ന സ്ഫോടനത്തിന് ശേഷവും പിന്നീടും തുടർ സ്ഫോടനങ്ങൾ അവിടെ വൈകുന്നേരം വരെ ഉണ്ടായി. അടിക്കടി വലിയ അമുട്ടുകളെല്ലാം പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്നു. ഫയർഫോഴ്സ് സംഘത്തിനോ മറ്റോ ആ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് കയറുവാനായില്ല. കാരണം നിരവധി സ്ഫോടക വസ്തുക്കൾ പിന്നീടും പൊട്ടാതെ കിടന്നിരുന്നു. അവയെല്ലാം പൊട്ടി സമയമെടുത്തു. അതിനിടയിലും പല ഘട്ടങ്ങളിലായി സ്ഫോടനങ്ങളും ഒറ്റയ്ക്കുള്ള പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. വലിയ സ്ഫോടനമുണ്ടായ 3 മണിയോടടുത്തുള്ള സമയത്ത് വലിയ രീതിയിലുള്ള പ്രകമ്പനമാണ് ഉണ്ടായത്. പ്രദേശത്തെ പല വീടുകളിലെ ജനൽച്ചില്ലുകളും മേൽക്കൂരകൾ, ഓടിട്ട വീടിന്റെ മേൽക്കൂരകൾ ഉൾപ്പെടെ തകർന്ന ഒരു സാഹചര്യമുണ്ട്. ആ ജനൽച്ചില്ലുകൾ ഉൾപ്പെടെ തകർന്നു. അതിൽ പരിക്ക് പറ്റി പ്രദേശവാസികൾ കുറച്ചുപേർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 13 പേർ ചികിത്സയിലുണ്ട്. അവരുടെ ചികിത്സയ്ക്ക് പ്രാപ്തമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് കളക്ടർ ഉൾപ്പെടെ, ആരോഗ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. അതീവ ഗുരുതരമായ ആരെങ്കിലും കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് വരെ എത്തിച്ച് ചികിത്സ നടത്താനുള്ള നടപടിക്രമങ്ങളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. 50 ലക്ഷം രൂപ അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി സർക്കാർ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നേരത്തെ തന്നെ നമ്മൾ നൽകിയിരുന്നു. എന്തായാലും പരിക്കേറ്റവരുടെ ചികിത്സ ഇപ്പോൾ തുടരുകയാണ്. മരണപ്പെട്ടവരുടെ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ആരാണ് മരിച്ചതെന്നുൾപ്പെടെ കണ്ടെത്തുന്നത്. പലരുടെയും ചിതറിയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയാണ് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇവയൊക്കെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർ ആ അപകട സ്ഥലത്തുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാനാണ് ഇപ്പോഴും രാത്രി വൈകിയും തുടർ പരിശോധന നടത്തുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധന ഒക്കെ നടത്തി അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. എന്തായാലും ഇപ്പോഴും ആ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറമ്പിന് ചുറ്റുമുള്ള പാടത്തും സമീപത്തെ കുളത്തിലുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ആരെങ്കിലും ഈ അപകടത്തിൽ നിന്ന് പൊട്ടിത്തെറിയിൽ നിന്ന് തെറിച്ച് കുളത്തിലേക്കോ പാടത്തേക്കോ ഇനി മറ്റു ഭാഗങ്ങളിലൊക്കെ വീണ് കിടക്കുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത്. കാർത്തു. ശരി, എന്തായാലും ഈ ഒരു അപകടത്തിൽ മരിച്ച 13 പേരിൽ 3 പേരെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പഴയന്നൂർ സ്വദേശിയായ സുദർശനൻ, പാലക്കാട് കുമരല്ലൂർ സ്വദേശി വാസുദേവൻ, കുണ്ടന്നൂർ സ്വദേശി സുവിൻ എന്ന 3 ആളുകളെയാണ് ഇപ്പോൾ ഈ മരിച്ച 13 പേരിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങളടക്കം പുരോഗമിക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും ആരെല്ലാമാണ് എന്നത് തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മുണ്ടത്തി